ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷ്ണു കൂട്ടരും കല്യാണ നിശ്ചയത്തിനായി രുക്കുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. രുക്കുവിനെയും കൊണ്ട് വിമല ഹാളിലേക്ക് വരും. രുക്കുവിന് തീരെ താല്പര്യമില്ലെങ്കിലും അതിന് നിന്നു കൊടുക്കാന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല. രുക്കുവിൻ്റെ കൈ തെറ്റിയാണോ മനഃപൂർവ്വമാണോ എന്നറിയത്തില്ല, വിളക്ക് മറിഞ്ഞു വീഴുന്നുണ്ട്. അത് വിഷ്ണുവിൻ്റെ ആൻറ്റിക്ക് തീരെ ഇഷ്ടാവത്തില്ല. വിജയം പറയുന്നുണ്ട് കൈ തട്ടി മറിഞ്ഞതാ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന്. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ആകുമ്പം വിഷ്ണുവിൻ്റെ ആൻറ്റി ആ പോലീസുകാരൻ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാൻ തന്നെ തീരുമാനിക്കും. രുക്കുവിൻ്റെ കാമുകനെ പറ്റിയൊക്കെ ഇങ്ങനൊരു പോലീസുകാരൻ വന്നെന്നും പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞു എന്നും പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ സത്യനും അങ്ങ് ദേഷ്യം വരും. സത്യനും അവരുടെ നേരെ ദേഷ്യപ്പെട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലാവുന്ന ലക്ഷണങ്ങളാണ്. അച്ചു എന്താണെങ്കിലും പോലീസ് വശം കെട്ടി വന്നതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൻറ്റി ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പിടിച്ച് വിടിയാലെ വിഷ്ണുവിനെ കൊണ്ട് അവിടെ നിന്ന് പോകും. രുക്കുവിന് ഇത് നല്ല രീതിയിൽ ഇഷ്ടാവും. എന്നാൽ ഇതൊന്നും ഇഷ്ടമാവാത്തത് ചന്ദ്രലേഖയ്ക്കാണ്. ഈ കല്യാണ നിശ്ചയം നടക്കുക എന്നുള്ളത് ചന്ദ്രലേഖയുടെ ഒരു ആവശ്യം തന്നെയായിരുന്നു. അതെന്താണേലും ഇപ്പം നടക്കുന്നില്ല. വിഷ്ണു പൂർണ്ണമായിട്ടും വിവാഹത്തിൽ നിന്ന് പിന്മാറുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇനി പിന്മാറിയാൽ തന്നെ ചന്ദ്രലേഖ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. വിജയനോട് പറയും ഇപ്പോൾ ഒരു കല്യാണ നിശ്ചയം മുടങ്ങിപ്പോയതുകൊണ്ട് രുക്കുവിന് അത് ചീത്തപ്പേരുണ്ടാക്കും, അതുകൊണ്ട് വേഗം തന്നെ അടുത്തൊരു കല്യാണം നടത്തണമെന്ന്. വീണ്ടും രുക്കുവിനെ ട്രാപ്പ് ചെയ്യാനേ നോക്കത്തുള്ളൂ. പക്ഷേ ഈ ഒരു പേര് പറഞ്ഞാണേലും രുക്കു ഇനി പിടിച്ച് നിൽക്കും. ഉടനെ കല്യാണം വേണ്ടാന്ന് തന്നെ പറഞ്ഞ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എപ്പിസോഡ് വരുമ്പോൾ അറിയാം.